എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഞാൻ വളരെ ജെൻസി, വളരെ എന്താ പറയുന്നത്, പ്രോഗ്രസീവായിട്ട് തീരുമാനങ്ങൾ അല്ലെങ്കിൽ തോട്ട്സ് ഉള്ള ആളാണ്. പ്രായം കൊണ്ട് മാത്രം നമുക്ക് ഒരാളെ ഒരിക്കലും അളക്കാൻ പറ്റില്ല. നമുക്കൊരു 50-60 ഇയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പൊളിറ്റീഷ്യൻസ് ചിലപ്പോൾ മോശമായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇപ്പം കൊച്ചിന് മുടിക്ക് നീളം കുറവാണ്, അത്യാവശ്യം ചിരിച്ച് സംസാരിക്കും. അപ്പോൾ കൂടുതൽ ചിരിച്ച് അതിൻ്റെ സീരിയസ്നെസ് ഇല്ല. ടീഷർട്ടും ക്രോപ്പ് ടോപ്പും ഇട്ടാണോ സമരം ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ആര് സീരിയസ് ആയിട്ട് എടുക്കും, അങ്ങനെ ഒരു തോട്ട് ഈ ഒരു ജനറേഷനിലുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ കസ്റ്റംസ് ട്രഡീഷൻസ് ആയിട്ട് വന്ന കുറേ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ജെൻസിയാണ്. ചരിത്ര നേട്ടം കുറിച്ചിട്ടാണ് 21ാം വയസ്സിൽ നഗരസഭ അധ്യക്ഷയായിട്ട് ദിയ സ്ഥാനം ഏൽക്കുന്നത്. അതിനുശേഷം ആരോപണങ്ങൾ വരുന്നു, പിന്നീട് ഇപ്പോൾ സ്ഥാനം ഇറങ്ങേണ്ടി വരുന്നു. എങ്കിലും ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു 7 months ആണ് ആ ഒരു പീരീഡ് ഉണ്ടായിരുന്നത്. ആ ഒരു 7 months ദിയനെ പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെയായിരുന്നു? കഴിഞ്ഞ 7 months എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ബ്ലിങ്ക് ഓഫ് എൻ ഐയിൽ പോയി. പക്ഷേ എന്താ പറയുന്നത്, ഒത്തിരി എക്സ്പീരിയൻസസ്, ഒത്തിരി എക്സ്പോഷറും കിട്ടിയ ഒരു ടൈമായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഒരു പൊസിഷനിലേക്ക് വരാൻ പോലും പറ്റിയതൊരു ദൈവനിയോഗമായിട്ട് തന്നെ കാണുന്നത്. എൻ്റെ ഒരു കഴിവുകൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും അതിനെ കാണുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു പൊസിഷനിലെത്തുക, അതും ഒരുപാട് കുറച്ച് മാസങ്ങൾ നഗരസഭയെ നയിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും നമ്മൾ പറയാറുള്ളതാണല്ലോ, ഒരു പ്രായം കുറഞ്ഞ ആൾ എന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ പറയാറുണ്ട് മെച്യൂരിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവ് കുറവായിരിക്കും. പക്ഷെ ദിയ ഈ ഒരു പൊസിഷനിലെത്തിയതിനു ശേഷം അത്തരത്തിലുള്ള എപ്പോഴെങ്കിലും എന്നെ മാനിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തെ മാത്രമാണ് കരുതുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് എൻ്റെ പ്രായത്തെ കരുതി അതിനെ എടുക്കുന്നില്ല എന്നുള്ള അങ്ങനെ തോന്നലുകൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അങ്ങനത്തെ കമൻസ് ഒക്കെ ഒരുപാട് ഓൺലൈനൊക്കെ വന്നിരുന്നു. ഞാൻ അതിന് ഒത്തിരി ശ്രദ്ധിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ തീർച്ചയായിട്ടും അവർ ക്വസ്റ്റ്യൻ ചെയ്യും. അത് എന്താ പറയുന്നത്, അതൊരു നല്ല കാര്യമായിട്ടാണ്. ഞാനിപ്പോഴും കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഞാനിപ്പോഴും വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറയുന്നതൊരു പ്രായം കൊണ്ട് മാത്രം നമുക്ക് ഒരാളെ ഒരിക്കലും അളക്കാൻ പറ്റില്ല. നമുക്കൊരു 50-60 ഇയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പൊളിറ്റീഷ്യൻസ് ചിലപ്പോൾ മോശമായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 21 year old ആയിട്ടുള്ള ആൾക്കാർ IAS പോലുള്ള വലിയ വലിയ പൊസിഷനിലെത്തി ഇന്ത്യ നയിക്കുന്ന ആൾക്കാരാണ്. സോ എനിക്ക് തോന്നുന്നു പ്രായം ഒരിക്കലും മാനദണ്ഡമല്ല. തീർച്ചയായിട്ടും നോളജ്, എക്സ്പീരിയൻസ്, പിന്നെ അവർ എങ്ങനെ പ്രതിസന്ധികളെ നേരിടുന്ന, ഒരു സഡൻ ഡിസിഷൻ അവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലൊക്കെയാണ് കാര്യം ഞാൻ വിശ്വസിക്കുന്നത്. 7 മാസം കൊണ്ട് ദിയ എടുത്ത കുറേ ഡിസിഷൻസിൽ ദിയ ഞാനത് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്തായിരിക്കും? നഗരസഭയ്ക്കൊരു വലിയ ബാധ്യതയായിരുന്നു നമ്മളുടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും പിന്നെ വേറെ ലോയേഴ്സ് ചേംബറിൽ. ഇവിടെ രണ്ടിടത്തും വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് കുറേ കാലങ്ങളായിട്ട് നമ്മൾ റെൻറ്റ് കിട്ടുന്നില്ല. വർക്കിംഗ് വുമൻസിലാണെങ്കിൽ റെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ ദിവസം 4000 രൂപയുടെ വെള്ളം അടിച്ചു കൊടുത്ത് നമ്മൾക്കാണെങ്കിൽ അവിടെ നിന്ന് ആകെ 60,000 നമുക്ക് വരുമാനമുള്ളൂ. അപ്പോൾ ഈ റെൻറ്റ് മൊത്തം നമ്മൾക്ക് അങ്ങനെ ചിലവായിരുന്നു. അവിടേക്കുള്ള വാട്ടർ കണക്ഷൻ നമ്മൾ എടുത്തു കൊടുത്തു. ലോയേഴ്സ് ചേംബറിലാണെങ്കിൽ അവിടെ ഒത്തിരി വർഷങ്ങൾ മുമ്പ് പണി കഴിപ്പിച്ച സ്ഥലമാണ്, പക്ഷെ അവിടെ വെള്ളം ലഭ്യത ഇല്ലാത്തതുകൊണ്ട് അത് റെന്റിന് പോകുന്നില്ലായിരുന്നു. സോ അത് ഇടപെട്ട് ഒരു കുഴൽക്കിണറൊക്കെ കുത്തി വെള്ളം അവിടെ ആക്കി. അപ്പോൾ മന്ത്ലി ഒരു 3,10,000 റെന്റ് കിട്ടുന്നതിന് എഗ്രിമെന്റ് വരെ വെച്ചു. ഇത് കണ്ടപ്പോൾ നമ്മൾക്ക് അഡീഷണൽ ഇൻകം ആണ്. 60,000 എന്ന് പറയുന്ന ഈ 3,10,000 അഡീഷണൽ ഇൻകം ആണ്. ചെയ്തതിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. കാരണം നഗരസഭയ്ക്ക് ഒരു വലിയ ബാധ്യത ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6.5 കോടിയുടെ കടം വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം മിനിസ്റ്ററെ കണ്ട് നേരിട്ട് സംസാരിച്ച് അത് സർക്കാർ വഴി അതും മാറ്റിക്കൊടുത്തു. ഇത് 3 കാര്യങ്ങളാണ് സാമ്പത്തികമായിട്ട് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. BA എക്കണോമിക്സ് ആണ്, എക്കണോമിക്സ് ബിരുദധാരി. ആ ഒരു എക്കണോമിക്സ് ബിരുദധാരിയുടെ ഉള്ളിലേക്ക് ഒരു പൊളിറ്റിക്സ് കടന്നത് അറിയാം, വീട്ടിലുണ്ട് എങ്കിലും ശരി. ഓക്കെ, പൊളിറ്റിക്സ് ആണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്നുള്ള തോന്നി തുടങ്ങിയത് ഒരു ടൈം എപ്പോഴായിരിക്കും? എക്കണോമിക്സ് പഠിച്ചെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഒത്തിരി സിവിൽ സർവീസ് ആസ്പിറൻസ് ഉണ്ട്. എക്കണോമിക്സ് പഠിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെപ്പോഴും പൊളിറ്റിക്കലി ഉള്ള കോൺവെർസേഷൻസ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഞാൻ വളരെ ജെൻസി, വളരെ എന്താ പറയുന്നത്, പ്രോഗ്രസീവായിട്ട് തീരുമാനങ്ങൾ അല്ലെങ്കിൽ തോട്ട്സ് ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഓരോ കോൺവെർസേഷൻസ് വരും, ഡിബേറ്റ്സ് വരും. അപ്പോൾ പൊളിറ്റിക്കലി എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, നമ്മുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അലൈൻ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ പൊളിറ്റിക്സ് ഐ തിങ്ക് ഹാസ് ഓൾവേസ് ബീൻ വിത്ത് മീ. അധികാരത്തിലേറിയതിനു ശേഷം ഈ പറഞ്ഞ പോലെ ആരോപണങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നല്ല ചെറിയ പ്രായമാണ്. ഈ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് അത് നേരിട്ടത് എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ കുറേ റിഡിക്കുലസ് ആയിട്ടുള്ള കുറേ ഇതുണ്ടായിരുന്നു. എനിക്ക് ആദ്യം വളരെ ഷോർട്ട് ഹെയർ ആയിരുന്നു. അപ്പം കൊച്ചിന് മുടിക്ക് നീളം കുറവാണ്, കൊച്ച് കൂടുതൽ ചിരിച്ച്, ഞാൻ
അത്യാവശ്യം ചിരിച്ച് സംസാരിക്കും. അപ്പോൾ കൂടുതൽ ചിരിച്ച് അതിൻ്റെ സീരിയസ്നെസ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ ചിരിക്കാണ്ടിരുന്നാലാണെങ്കിൽ ഭയങ്കര അഹങ്കാരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം കുറേ ഞാനിങ്ങനെ യു കാൻ പ്ലീസ് എവരി വൺ എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും മുടിയുടെ കാര്യമൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ നമ്മളൊരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ചിലപ്പോൾ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ കേൾക്കുമ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് നേരിട്ട് അങ്ങനത്തെ കമൻസ് ഒന്നും, അതുകൊണ്ട് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ അത്ര അതിൻ്റേതായിട്ടുള്ളൊരു വിലയിൽ എടുക്കുന്നുള്ളൂ. നേരിട്ട് ഇതുവരെ അങ്ങനെ ഒരു മോശം അനുഭവം വരാത്തത് കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടങ്ങ് മുന്നോട്ട് പോയി. എങ്കിൽ കൗൺസിലിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത്, അത്രയും വലിയൊരു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? മെന്റലി പ്രഷർ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല, ഞാൻ അത്യാവശ്യം ഓരോ കാര്യങ്ങളെ സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ലൈഫിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നേരിടുന്ന കാര്യങ്ങൾ ഒത്തിരി ഇമോഷണലായിട്ട് എടുക്കാൻ ശ്രമിക്കാറില്ല. രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പൊളിറ്റിക്കലി നടന്ന കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമ്മളത് പേഴ്സണലി എടുക്കുമ്പോഴാണ് ഒത്തിരിയും കൂടെ വിഷമം വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, പൊളിറ്റിക്സിലെ കാര്യങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൊളിറ്റിക്സിലേക്ക് വന്ന ഒരാളാണ്. സോ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ പൊളിറ്റിക്കലി നേരിടുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസോടെ കണ്ടാൽ മതി. എനിക്കൊന്ന് അതാണ് എന്നെ കൂടുതൽ സഹായിച്ചത്. ഇപ്പം ദിയ തന്നെ നേരത്തെ പറഞ്ഞു, ഷോർട്ട് ഹെയർ ആയതിൻ്റെ പേരിൽ കുറേ കമൻസ് കേട്ടു, ചിരിക്കുന്നതിൻ്റെ പേരിൽ കുറേ കമൻസ് കേട്ടു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ജെൻസി ഒരു ജെൻസിയിലുള്ള ഒരാൾ പൊളിറ്റിക്സിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന ഇഷ്യൂസ് ഈ പറഞ്ഞ പോലെ ഇതുപോലെ വസ്ത്രധാരണ രീതി ഉൾപ്പെടെ അവർ നടക്കുന്നത്, അവർ പെരുമാറുന്നത്, അതൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഒരു മുൻവിധിയോടെ സമീപിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് ആയിട്ടൊരു ചിന്താഗതിയുള്ള ആൾക്കാർ അതിങ്ങനെ വേണം എന്ന് കരുതുന്ന ആൾക്കാർ കുറേ പേരുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ അക്കൂട്ടത്തിൽ മെയിനാണ് ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത്. അതിൽ എത്രത്തോളം റെസ്ട്രിക്ഷൻസ് ദിയ എന്ന 21-കാരിക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗമായതിനു ശേഷം വേണ്ടി വന്നിട്ടുണ്ട്? ഞാൻ വളരെ ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടന്നിരുന്ന ആൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഓരോ ഒഫീഷ്യൽ ചടങ്ങുകളാകുമ്പോൾ ഒഫീഷ്യലി വസ്ത്രം ധരിക്കാൻ ഞാനും താല്പര്യപ്പെട്ടില്ല. റെസ്ട്രിക്ഷൻസ് ഇല്ല. ഈ മുടിയുടെ കാര്യമൊക്കെ എനിക്ക് തോന്നുന്നത് ആൾക്കാർ കൂടുതൽ ചെറുപ്പം എന്നുള്ളൊരു, എനിക്ക് തോന്നുന്നത് ഡൽഹിയിലെ കാര്യമാണെങ്കിൽ പോലും ഒത്തിരി കമൻസ് ഞാൻ വായിച്ചത്, ടീഷർട്ടും ക്രോപ്പ് ടോപ്പും ഇട്ടാണോ സമരം ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ആര് സീരിയസ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ ടാറ്റു കുത്തിയ ആൾക്കാരെ നിങ്ങളെ ആര് സീരിയസ് ആയിട്ട് എടുക്കും എന്നുള്ളൊരു കുറേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് ഈ ഒരു ജനറേഷനിലുണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള ആൻസേഴ്സ് പയ്യെ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻ തന്നെ നൽകുമെന്ന് തോന്നുന്നു. ഒരു 7 മാസം ഭരണത്തിലിരുന്നതിന് അല്ലെങ്കിൽ അധികാരത്തിലിരുന്നതിന് ശേഷം ദിയയ്ക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജെൻസി പൊളിറ്റിക്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ജെൻസി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും എന്നാണ് തോന്നുന്നു? ജെൻസി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഒരു ബാക്കിങ്, അത് എന്തെങ്കിലും ഒരു നെപ്പോട്ടിസം തന്നെ ഞാൻ പറയും, എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് നമ്മൾക്ക് വളരെ കയറി വരാൻ വളരെ പാടുള്ളൊരു ഫീൽഡാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാക്കിംഗ് ഉണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്കൊരു അവസരത്തിന് വേണ്ടി ഒരു ചാൻസിന് വേണ്ടി ഞങ്ങൾ സ്വതന്ത്രമായിട്ടാണ് നിന്നത്. പക്ഷെ അല്ലാണ്ട് നമ്മൾക്കൊരു പാർട്ടി നമ്മൾക്കൊരു സീറ്റ് നൽകുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു MLA സീറ്റ് ഒരു സ്ത്രീകൾക്ക് കിട്ടുന്നത് വളരെ പാടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു യങ് ആയിട്ടുള്ള ആളും കൂടെയാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് പിടിച്ചു വാങ്ങാൻ വളരെ കഷ്ടപ്പാടായിരിക്കും. പിന്നെ നമ്മൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിലും കൂടുതൽ മെജോറിറ്റി ആൾക്കാർ നമ്മളെ അതിനെ എതിർത്താൽ, അല്ലെങ്കിൽ കൂടുതൽ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർ അവർ വേറൊരു ചിന്താഗതി ആയിരിക്കാം തീർച്ചയായിട്ടും. നമ്മളുടെ പ്രയോറിറ്റീസ് ഇപ്പം യങ്ങർ ജനറേഷൻ അസൈൻ ചെയ്യുന്ന പ്രയോറിറ്റി ഇപ്പോൾ എഡ്യൂക്കേഷനും ടെക്നോളജിക്കും ആണെങ്കിൽ ഓൾഡർ ജനറേഷൻ വേറെ പല കാര്യങ്ങൾക്കായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസസ് വരുമ്പോൾ നമ്മൾക്കൊരു മെജോറിറ്റി നമ്മളെ ബാക്ക് ചെയ്യാൻ വേണം. അതൊരു വലിയ പ്രോബ്ലമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ജെൻസി ഇതിലേക്ക് വരാൻ മടിക്കുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് കറപ്ഷൻ. പിന്നെ കറപ്ഷൻ ആഗ്രഹിക്കാത്തവർ ഇതിൽ വന്നാൽ എന്ത് കിട്ടാനാണ്? അപ്പോൾ പേഴ്സണൽ ലൈഫ് ഒരു 24/7 ജോബാണ്. അപ്പം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് ഒരു 9 to 5 ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ഒരു ജോബ്, ഇത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള നിരന്തരം ഫോൺ കോളുകൾ വരുന്ന, അല്ലെങ്കിൽ ഇത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടെന്ന്. ഈ ഒരു അധികാരം ഒഴിയേണ്ടി വന്നൊരു സമയത്ത് ആ വിധിയെ സ്വീകരിച്ച് ജനാധിപത്യ വിധി അംഗീകരിക്കുന്നു എന്നുള്ളൊരു ചൂടായിട്ടുള്ള നിലപാടെടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴും പറയും, നേരത്തെ ഞാൻ ചോദിച്ച പോലെ തന്നെ ഈ ജെൻസി ആൾക്കാർ ഈ പറഞ്ഞ പോലെ നിലപാടെടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരാണെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഉണ്ടാവാറില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരിൽ നിന്ന് ഈ ഡൽഹിയിലെ പ്രതിഷേധമൊക്കെ വന്ന സമയത്ത് അവരായിരുന്നു ശരി എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദിയ കാണുന്ന ജെൻസി വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരിക്കും? ഐ തിങ്ക് പ്രതികരണ ശക്തി തന്നെയാണ് തീർച്ചയായിട്ടും. പണ്ടത്തെ ആൾക്കാർ കുറച്ചുകൂടെ പോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും പ്രതികരിക്കാൻ നമ്മൾക്കാവില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതാണ് ജീവിതം, ഇതുമായിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കസ്റ്റംസ് ട്രഡീഷൻസ് ആയിട്ട് വന്ന കുറേ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നത്
എനിക്ക് തോന്നുന്നത് ജെൻസിയാണ്. ഇപ്പം കുറേ കാര്യങ്ങൾ ഇപ്പം ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ഡിഫറൻസസ് പോലും അറിയാം നമുക്കറിയാം. വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ചിലപ്പം എൻ്റെ സിസ്റ്ററായിട്ട് എനിക്കത് കാണാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവൾ മനസ്സിലാകത്തില്ല. അപ്പം മെച്യൂരിറ്റി എന്ന് നമ്മളതിനെ വിളിക്കുന്നെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പണ്ടത്തെ കാലം തൊട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്തും റിവോൾട്ട് ചെയ്തും റിബൽ ചെയ്തും ഒക്കെയാണ് നമ്മൾ നമ്മളുടെ ഓരോ ആവശ്യങ്ങൾ ഓരോ ആനുകൂല്യങ്ങൾ നമ്മൾ നേടിയെടുത്തത്. അപ്പം ഇന്നത്തെ ജെൻസിയും ഒരു വളരെ ശേഷിയുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നമ്മൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഓൺലൈനായിട്ട് മാത്രം അത് ലിമിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുന്നത് കമൻസിലൂടെ മാത്രമുള്ള പ്രതിഷേധമാണോ അവരുടെ വോയിസ് എന്നുള്ളത്. പക്ഷെ അതിനകത്തു നിന്നൊക്കെ മാറി നമ്മൾ ഡൽഹിയിൽ കണ്ടത് ഒരു കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാർ, അതും പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് അവർ ഒരുമിച്ച് വന്ന ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ട് നിന്നു എന്നതാണ്. അതൊരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈവൻ ട്രിവാൻഡ്രത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമാണെങ്കിൽ ഞാനും പോകുമായിരുന്നിരുന്ന ഒരു കാര്യമാണത്. ഈ ഒരു ഓഫ് ഡ്യൂട്ടി ഷെഡ്യൂൾ ദിയയുടെ എങ്ങനെ പറയാൻ പറ്റുക? ഹോബീസ്, മ്യൂസിക്, മൂവീസ്? ഒത്തിരി ക്രിക്കറ്റ് കാണുന്ന ഒരാളാണ്, ക്രിക്കറ്റ് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, ഒത്തിരി ഉറങ്ങാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനത് പറയാം, വളരെ ജെൻസി രാത്രിയാണ് ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്. ഒരു ഈ പൊളിറ്റിക്സിലേക്ക് വരുന്നതിൻ്റെ ഒരു 10-11 മണി വരെ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇതൊന്നും അങ്ങനെ ആയിരിക്കരുത്, പക്ഷേ ഇതൊക്കെയായിരുന്നു ലൈഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്, സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമുള്ള ആളാണ്. വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഇല്ല. വളരെ ജെൻസി ലൈഫായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഉറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വേണ്ടാന്ന് വെക്കാം. നമ്മള് ഭയങ്കര ഒരു ടൈം സ്കെഡ്യൂൾ ഒരുപാട് മാറി. ഒരു എന്താ പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആണ് തീർച്ചയായിട്ടും. ഹെൽത്ത് വൈസ് ആണെങ്കിലും നമ്മളുടെ ഡിസിപ്ലിൻ ആണെങ്കിലും ഒരുപാട് മാറ്റം വന്ന ഒരുപാട് ബെറ്റർ ആയ ടൈമാണ് ഈ 7 months എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പൊളിറ്റിക്സിൽ വന്നതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഡിസിപ്ലിൻ, കൂടുതൽ ഡിസിപ്ലിൻഡ് ആയ നമുക്ക് കൂടുതൽ ഡെഡിക്കേഷൻ ഉണ്ടാവും, കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവും, കൂടുതൽ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കും. പിന്നെ നേരത്തെ ജെൻസി എന്ന് പറയുന്നത് ഏത് വള്ളിയുടെയും പുറകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ HOD ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ നമ്മളപ്പോൾ തന്നെ അതിൻ്റെ പുറകെ പോയി വഴക്കുണ്ടാക്കും, ചിന്തിക്കും. അതായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ ആയിരിക്കും തീർച്ചയായിട്ടും. 19-20 വയസ്സെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതായിരുന്നു. പക്ഷേ കുറേം കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാനും, അല്ലെങ്കിൽ കുറേം കൂടെ ഇതൊക്കെ പോട്ടെ എന്ന് പറയുക, ഒന്ന് സമാധാനപ്പെട്ട് ഉത്തരം പറയാനും പഠിച്ചു. അതെനിക്ക് തോന്നുന്നൊരു എന്താ പറയുക നല്ല കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ രാഷ്ട്രീയം ദിയനെ ഒരു ബെറ്റർ ഹ്യൂമൺ ആക്കി എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും പോസിറ്റീവ്സ് ഒരുപാട് കൊണ്ടുവന്നൊരു മേഖലയാണ് രാഷ്ട്രീയം. പറഞ്ഞല്ലോ മൂവീസ്, മ്യൂസിക് സംഭവങ്ങളൊക്കെ, മൂവീസ് കാണാനൊക്കെ ഇഷ്ടമായിരുന്നു, രാത്രി ഇരുന്ന് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെ പറയാം? എന്താണ്, എന്ത് കാണാനായിരുന്നു, എങ്ങനെയാണ്? ഒരുപാട് സീരീസ് കാണുമായിരുന്നു ഞാൻ. എന്താ അതും കുറച്ച് ഓൾഡർ, എന്താ ഈ ബ്രുക്ലിൻ 99, മണി ഹീസ്റ്റ്, ഡാർക്ക് എന്ന് പറയുന്നൊരു ജർമ്മൻ ഷോ ഉണ്ട്, വളരെ നല്ല ഷോ ആണ്. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ വളരെ എന്താ പറയുന്നത് ഈ ഒരു ജനറേഷൻ കാണുന്ന ആൾക്കാർ അങ്ങനെ അല്ലാണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആളൊന്നുമല്ല. ക്രിക്കറ്റാണ് ഏറ്റവും എൻ്റെ ആയിട്ടുള്ളൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു തിങ്. കുഞ്ഞുനാളിൽ തൊട്ട് ക്രിക്കറ്റ് കണ്ടു വളർന്ന ഒരാളാണ്. ചെന്നൈയിലാണെങ്കിലും CSKയുടെ മാച്ചസ് ഒക്കെ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഒരുപാട് താല്പര്യം. ഇപ്പം ഈ പൊളിറ്റിക്സിൽ വന്നതിന് ശേഷം ആ താല്പര്യങ്ങളിൽ എന്ത് ചേഞ്ചസ് കൊണ്ടുവരാനാണ് നോക്കിയിട്ടുള്ളത്? ഇപ്പം കണ്ടുകൊണ്ടിരുന്ന സീരീസ് ആയാലും ശരി, അതിലൊക്കെ ഒരു മാറ്റം വന്ന, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളാവാം, മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ബുക്കാണെങ്കിൽ ആക്ച്വലി കൊണ്ടുവന്നിട്ട് എനിക്ക് ഇതുവരെ തുറക്കാൻ പറ്റാത്ത കുറേ ബുക്കുകൾ, ഗിഫ്റ്റ് കിട്ടുന്ന ബുക്കുകളൊക്കെ, അങ്ങനത്തെ ടൈമൊക്കെ ഇപ്പോഴാണ് പിന്നെ ഒന്ന് ടൈം കിട്ടുന്നത്. ഒരിടയ്ക്കിറങ്ങിയ സിനിമകൾ കണ്ടിട്ടേ ഇല്ല, തിയേറ്ററിൽ പോയി സ്ഥിരം കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ ഒരു തിരക്ക് കാരണം കുറേ കാര്യങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ കുഴപ്പമില്ല, നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന കാര്യങ്ങളും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം സംഭവിച്ചത് ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നുമല്ല. ദിയയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മുമ്പോട്ട് ഒരുപാട് പോകാനുണ്ട്. നമുക്ക് ഇനി ഒരു സ്ട്രോങ് കംബാക്ക് എന്നുള്ള രീതിയിൽ എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ദിയ ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത 4 വർഷം ഇനി തീർച്ചയായിട്ടും കൗൺസിലറായിട്ട് ഇവിടെ കാണും. കൗൺസിലർ എന്ന നിലയിൽ വാർഡിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും. വാർഡിലെ കാര്യങ്ങൾ മാത്രമല്ല, എന്ത് ഭരണപരമായിട്ടുള്ള എന്തൊരു ഹെൽപ്പ് ഭരണസമിതിക്ക് എന്നാൽ കഴിയുന്ന എല്ലാ രീതിയിലും ഞാനത് പ്രവർത്തിക്കും. വാർഡിലെ ആൾക്കാരുടെ പ്രയോറിറ്റി തന്നെയായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ പ്രയോറിറ്റി. നമ്മളിവിടെ വാർഡിലെ ഈ 3 വാർഡിലെ കാര്യങ്ങൾ അവർക്ക് ഓരോ കരമടയ്ക്കേണ്ടത്, അങ്ങനെ പല കാര്യങ്ങൾക്ക് അവർക്ക് മുനിസിപ്പാലിറ്റി വരണ്ട. ഞങ്ങൾക്കിവിടെ വീടിനടുത്ത് ഓഫീസായിട്ട് തന്നെയുണ്ട്, അവിടെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. അവിടുന്ന് അത് അടച്ച് അവർക്ക് തിരിച്ച് പേപ്പർ കൊണ്ടേ കൊടുത്തോളും. അപ്പോൾ അങ്ങനെ വാർഡിലെ കുറേ കാര്യങ്ങൾ ആൾക്കാരുടെ ലൈഫ് ഈസിയർ ആക്കാൻ ഇപ്പോൾ അച്ഛൻ ഒത്തിരി വർഷമായിട്ട് കൗൺസിലർ ആയതുകൊണ്ട് അച്ഛൻ ഫോളോ ചെയ്തു വന്ന കുറേ സിസ്റ്റങ്ങളുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. ആൾക്കാരിലേക്ക് അവർ എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ട് നിൽക്കണം എന്നൊരു താല്പര്യമുണ്ട്. എപ്പോഴാണെങ്കിലും എന്നോട്
തുറന്നു പറയാൻ ഓരോ കാര്യങ്ങൾ. ചിലപ്പോൾ ഞാൻ ഒരു കുട്ടി ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഒരു മകളെന്ന രീതിയിൽ കണ്ടവർ എന്നോട് സംസാരിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ ചെല്ലണം എന്നുള്ളൊരാഗ്രഹം. ദിയ നേരത്തെ പറഞ്ഞല്ലോ ഒരു ജെൻസി എന്നുള്ള രീതിയിൽ നേരിട്ട കുറച്ച് പ്രശ്നങ്ങൾ കൗൺസിലിൽ വന്നതിന് ശേഷം ഒരു സ്ത്രീ എന്ന നിലയിൽ നേരിട്ട കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ദിയ ചിലപ്പോൾ പുറത്തുനിന്ന് കണ്ട ഒരു സംഭവം ആയിരിക്കില്ലല്ലോ അകത്ത് കയറിയപ്പോൾ കണ്ടിട്ടുണ്ടാവുക. അതിൽ ദിയയുടെ നിലപാടിന് അല്ലെങ്കിൽ ദിയയുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തിയ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു പൊതുവേ ഉള്ള ഓരോരോ കമന്റുകൾ മാത്രമേ. പിന്നെ എപ്പോഴും ഞാൻ മത്സരിക്കാൻ നിന്ന ടൈമിൽ ഒപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു പറഞ്ഞ ഒരു ഏറ്റവും കൂടുതൽ കമന്റ് എന്ന് പറയുന്നത്, നീ കൊച്ചു നാളെ കല്യാണം കഴിച്ചു പോവും, അപ്പോൾ വാടാരും നോക്കും. അല്ലെങ്കിൽ ഇത് വന്ന ടൈമിലാണെങ്കിലും ഒരുപാട് കല്യാണാലോചനകൾ പ്രപ്പോസല് എനിക്കൊന്നും വന്നിട്ടില്ല, എല്ലാം കമന്റ്സിൽ. ഈ കുട്ടിയുടെ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ ഉള്ള ഒരു കൗൺസിലറിന്റെ പേര് റിയ എന്നാണ്. അപ്പം ആ കുട്ടിയുടെ കല്യാണം ഈയിടെ കഴിഞ്ഞു. അപ്പം ആ തെറ്റ് വന്നപ്പോൾ അവളുടെ പേര് റിയ ബിനോ എന്നാണ്, അത് വന്നപ്പോൾ റിയ ബിനു എന്നാണ് വന്നത്. അപ്പൊ ഒത്തിരി പേര് അച്ഛനെ വിളിച്ച് കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞില്ല അങ്ങനെ. അല്ലെങ്കിൽ പെൺകുട്ടിയെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവളുടെ ജീവിതം ഒരു കല്യാണം കഴിഞ്ഞുകൊണ്ട് മാത്രം, കല്യാണം കഴിഞ്ഞ് ഇഷ്ടംപോലെ ആണുങ്ങൾ എന്താ പറയുന്നത് രാഷ്ട്രീയത്തിലുണ്ട്. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് മേ ബി ലിമിറ്റേഷൻസ്, അവർ വേറെ ദൂരെ എങ്ങോട്ടെങ്കിലും പോയാൽ തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ കല്യാണം കഴിച്ചു പോകും, നാളെ ഒരു കുട്ടി ഉണ്ടാവും, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരെ പറ്റില്ല, നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കമന്റ്സ് കേൾക്കുമ്പം എന്താ പറയുന്നത്, എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ വേറെ അങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ ഈ പൊളിറ്റീഷ്യൻസ് ഇന്നതായിരിക്കണം എന്നുള്ളൊരു സംഭവം നമ്മളിപ്പോഴും പറയാറുണ്ടല്ലോ. ദിയ കാണുന്ന അല്ലെങ്കിൽ ദിയ എന്നുള്ള ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയായിരിക്കണം എന്നാണ് ദിയ ആഗ്രഹിച്ചത്? അല്ലെങ്കിൽ ദിയ എന്നുള്ള പൊളിറ്റീഷ്യന് വേണ്ടിയിരുന്ന ഒരു 5 ക്വാളിറ്റീസ് എന്ന് പറയാനാണെങ്കിൽ? ഹമ്പിൾ ആയിരിക്കണം, വളരെ ഡൗൺ ടു എർത്ത് ആയിരിക്കണം. ഒരു രാഷ്ട്രീയത്തിൽ ഒരു കാര്യവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഒരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഒരു പൊസിഷനോ പദവി ആഗ്രഹിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡല്ല. പൊളിറ്റിക്സ് ഇല്ലെങ്കിലും നമ്മൾക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരി അല്ലെങ്കിലും നമ്മൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഒരു ഡൗൺ ടു എർത്ത് ആയിരിക്കണം, വളരെ അപ്രോച്ചബിൾ ആയിരിക്കണം, നമ്മൾക്ക് ആൾക്കാർക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റണം. പിന്നെ തീർച്ചയായിട്ടും കറപ്ഷൻ അങ്ങനത്തെ ഒന്നും പാടില്ല. ഇതൊരു സോഴ്സ് ഓഫ് ഇൻകം അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന ഓണറേറി ഇപ്പോൾ 10,000 രൂപ മാസം, എനിക്കത് തീർച്ചയായിട്ടും മതി. പക്ഷെ ഒരു എന്താ പറയുന്ന ഒരു മുതിർന്ന ആൾക്ക്, വീട്ടിലെ വൈഫും പിള്ളേരുള്ള ആൾക്കാർക്ക് ഈ 10,000 രൂപ തീർച്ചയായിട്ടും മതിയാവില്ല. അപ്പോൾ നമ്മൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി, ബിസിനസ്സോ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം. ആൻറ്റി കറപ്ഷൻ. പിന്നെ ഉള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത് നിലപാടുകൾ വേണം. തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി എന്താ പറയുന്നത് പല പല മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ക്രൂസിഫൈ ചെയ്യപ്പെടാൻ നമ്മൾ എടുക്കുന്ന തീരുമാനം. പക്ഷെ അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്യുക, അത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. വിശ്വസ്തത, നമ്മൾ കൂടെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ലോയൽറ്റി ബേസിക്. അതെ, ഓക്കെ, അതാണ് എൻ്റെ ഷേപ്പ്. ഇപ്പൊ പഠനം എവിടെ വരെയായി? പഠനത്തിന്റെ മുന്നോട്ടുള്ള ഒരു സംഭവം എങ്ങനെയാണ്? ഞാൻ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം എൻ്റെ PG എന്ന് പറയുന്നൊരു വലിയ കടമ്പ നടക്കുകയാണ്. അപ്പം MBA പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത്രയും നാൾ ഈ കഴിഞ്ഞ 7 months അതിനുള്ള ടൈം കിട്ടിയില്ല. ഇനി കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. അപ്പം ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നു. MBA ചെയ്യാനാണ്. ഓക്കെ, സോ പൊളിറ്റിക്സ് വിടാതെ കൂടെ തന്നെ ഉണ്ടാവും? തീർച്ചയായിട്ടും. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പൊളിറ്റിക്സ് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. വാർഡിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 3 പേരിൽ ആരെ വിളിച്ചാലും ചെയ്യാൻ പറ്റും. പിന്നെ പൊളിറ്റിക്സ് ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. എൻ്റെ പേഴ്സണലായിട്ടുള്ള ആസ്പിറേഷൻസും മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. 5 കൊല്ലം കഴിഞ്ഞുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല കേട്ടോ. ദിയ നന്നായി സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ പെട്ടെന്ന് കൺവേ ചെയ്തു തരാനും നല്ല രീതിയിൽ സംസാരിക്കാൻ ദിയയ്ക്ക് പറ്റുന്നുണ്ട്. അത് എങ്ങനെ ചെറുപ്പം മുതലേ ഉള്ളൊരു സംഭവമായിരുന്നോ, അതോ ഈ ഒരു ഇതിൽ വന്നതിന് ശേഷമാണോ ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ? ഞാൻ വളരെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ വളരെ എക്സ്ട്രോവേർട്ടഡ് ആണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ തീർച്ചയായിട്ടും പൊളിറ്റിക്സിലേക്ക് വന്നപ്പോഴാണെങ്കിലും ആൾക്കാരോട് സംസാരിക്കാൻ, വീട്ടിലെ അനിയത്തി നേരെ തിരിച്ചാണ്, വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യം നമ്മളെ ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു അടുപ്പം തോന്നാനും ഒരുപാട് സഹായിച്ചിരുന്നു. ഇപ്പം ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് തോന്നിയിട്ടുണ്ട്. ദിയ കൗൺസിൽ ഇരുന്ന സമയത്ത് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരതെങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു? അവർക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ദിയക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ട്? ആദ്യത്തെ കൗൺസിലിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾക്കാണെങ്കിൽ സ്പീക്കപ്പ് ചെയ്യാൻ ഒരു മടി കാണും. കാരണം എന്നെക്കാട്ടി ഒരുപാട് പ്രായം കൂടിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒത്തിരി ടേം ചെയർപേഴ്സൺമാരും ചെയർമാൻമാരും ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്കാണ് ഞാൻ സംസാരിക്കേണ്ടത്. അപ്പോൾ അവരെത്രത്തോളം എന്നെ സീരിയസ് ആയിട്ട് എടുക്കാം എന്നുള്ളൊരു ഡൗട്ട് തീർച്ചയായിട്ടും തുടക്കത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൺവേ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിൻ്റെ ബഹളം വരുമ്പോൾ അതൊന്ന് ശാന്തമാക്കാനുള്ള ഒരു
ഇത് എനിക്ക് പറ്റുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിലാണെങ്കിലും കുറച്ച് കൗൺസിൽ കഴിഞ്ഞാണെങ്കിലും എന്താ പറയുന്നത്, പ്രതിപക്ഷത്തെ കൗൺസിലേഴ്സ് ആണെങ്കിലും ഭരണപക്ഷത്തെ കൗൺസിലേഴ്സ് ആണെങ്കിലും മോൾ ഒരുപാട് ബെറ്ററായി, മോൾ നന്നായിട്ട് ഇന്ന് ചെയ്തു, ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. അച്ഛനും വലിയച്ഛനും കൗൺസിൽ ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോലും എല്ലാവരും കൗൺസിലുകളും ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. അപ്പം മോൾ നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഡിഫറൻസസ് കാണാം. പക്ഷേ പേഴ്സണലി ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ സ്ഥിതിക്ക് ഇനി ആ ഒരു സംഭവം എന്ത് ചെയ്യാൻ ഇനി മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്? മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതം നല്ല രീതിയിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. വളരെ ഹോപ്പ്ഫുള്ളാണ് ഇനിയുള്ള കാലങ്ങളിലേക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു യൂത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു പ്രോ ടിപ്പ് എന്തായിരിക്കും? ഒരിക്കലും തളർന്നു പോയില്ല. ഒത്തിരി എന്താ പറയുക, നമ്മൾ പ്രയാസങ്ങൾ നേരിടും. അപ്പം നമ്മൾക്ക് 2 ഓപ്ഷനുള്ളത്, ഒന്ന് യു ക്യാൻ ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ഫോർവേഡ്, അല്ലെങ്കിൽ അത് ഓർത്ത് വിഷമിച്ചിരിക്കുക. ഒന്നിൻ്റെ അവസാനമല്ല. വളരെ ഏറ്റവും നമ്മൾ താഴെ തട്ടിലുള്ള ഒരാളാണെങ്കിൽ അതും ജീവിതത്തിൻ്റെ അവസാനമല്ല. ലൈഫ് വിൽ മൂവ് ഓൺ, ലൈഫ് വിൽ ഗോ ഓൺ. അപ്പം വളരെ ടോപ്പിലിരിക്കുന്ന ആളാണെങ്കിലും ജീവിതം ഇനിയും ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളെ ഒരു റിഗ്രഷൻ ടു ദ മീൻ എന്നൊക്കെ കേട്ടില്ല, എല്ലാം ഒരു ഇതായിട്ടങ്ങ് മുന്നോട്ട് പോകും. ഓക്കെ. അപ്പോൾ ദിയ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൻ്റെ അവസാനമല്ല, ഇനിയും ദിയയ്ക്ക് ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. ദിയ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയാണ്. സോ അതിനാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു നഗരസഭ ഉൾപ്പെടെയുള്ളത്. അല്ലെങ്കിൽ ഇനി അതിനപ്പുറത്തേക്കും പോകാനുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആൾക്കാർ. സോ ആ ഒരു യാത്ര അടിപൊളിയായിട്ട് പോകട്ടെ. അതുപോലെ തന്നെ ഇപ്പം പഠിത്തത്തിൻ്റെ കാര്യവും പറഞ്ഞു, MBA എടുക്കണമെന്ന് പറഞ്ഞു, അതിലും ചെറുതല്ലാത്ത ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ എന്തായാലും. സോ അതിലേക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും ദിയ മുമ്പോട്ടുള്ള യാത്രയ്ക്ക്. താങ്ക് യു.